ഓവുലേഷൻ ട്രാക്കിംഗ് വീഡിയോ കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും പ്രഗ്നന്റ് ആവുന്നില്ലല്ലോ, അത് മാത്രം മതിയോ? വന്ധ്യത എങ്ങനെയൊക്കെ വരുമെന്ന് അറിയണമെങ്കിൽ പ്രഗ്നൻസി എങ്ങനെ വരുമെന്ന് അറിയണം. ഹെൽത്തി ആയിട്ടുള്ളൊരു ഭ്രൂണം ഉണ്ടാവണമെങ്കിൽ ബീജത്തിന് നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും വേണം. അണ്ടം വേണം, അതായത് ഓവുലേഷൻ വേണം. ആ അണ്ടത്തിനും ക്വാളിറ്റി വേണം. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ അത് ഒരുപാട് കുറയ്ക്കുന്നുണ്ട്. ഈ പറഞ്ഞ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഈ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് എന്തുമാത്രം എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് മരുന്ന് വഴി കൗണ്ട് കൂടാനും ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനും ക്വാളിറ്റി ഉള്ള ബീജം മാത്രം എടുത്ത് യൂട്രസിൽ നിക്ഷേപിക്കുന്ന IUI പോലുള്ള ട്രീറ്റ്മെന്റ് എല്ലാം യൂസ് ചെയ്യാം. ഇനി അടുത്ത കടമ്പ, ബീജം അണ്ടവും ഒക്കെ ആയാൽ മതിയോ? ഇവ തമ്മിൽ കൂടി ചേരുന്നത് ട്യൂബിലല്ലേ? ആ ട്യൂബ് ബ്ലോക്ക് ആയ ഫെർട്ടിലൈസേഷൻ നടക്കുവോ? ഇല്ല. ട്യൂബൽ ബ്ലോക്ക് അതെങ്ങനെ? തുടരെയുള്ള വെജനൽ ഇൻഫെക്ഷൻ അസെൻഡ് ചെയ്ത് ട്യൂബിൽ പഴുപ്പ് കെട്ടിയിട്ടോ എൻഡോമെട്രിയോസിസ് എന്ന അസുഖം വഴി ട്യൂബ് ഓവറി എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്നതോ മറ്റോ ആവും കാരണം. അങ്ങനത്തെ സിറ്റുവേഷനിൽ ആ ബ്ലോക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നാച്ചുറൽ പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇവിടെയാണ് IVF പോലുള്ള ആർട്ടിഫിഷ്യൽ മെത്തേഡ്സിന്റെ പ്രസക്തി. ഇനിയും തീർന്നില്ല. ബീജം പോകുന്ന വഴിയിലെ തടസ്സങ്ങൾ. യൂട്രൈൻ സർവിക്സിലെ സ്രവം കട്ടിയായി ബീജത്തെ കടത്തിവിടാതിരിക്കുക, ആന്റിബോഡീസ് വന്ന് ബീജത്തെ നശിപ്പിക്കുക മുതലായവയും. പിന്നെ ഗർഭപാത്രത്തിലെ പ്രശ്നങ്ങൾ ലൈക്ക് ഗർഭപാത്ര വൈകല്യങ്ങൾ, വലിയ മുഴകളൊക്കെ പ്രഗ്നൻസി ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ഉണ്ടാക്കുന്നതും മറ്റു കാരണങ്ങൾ. ഇൻഫെർട്ടിലിറ്റി ഇവാലുവേഷനിൽ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനാണ് ചികിത്സ. ഒരു ഗ്രേഡ് 4 എൻഡോമെട്രിയോസിസ്, 2 ട്യൂബും ബ്ലോക്ക്, അത്രയും കൗണ്ട് കുറവ്, നേരെ IVF മാത്രം, വേറെ പോംവഴി ഒന്നുമില്ല. മനസ്സിലാക്കുക.